സമയം രാവിലെ 5 മണി. സൺറൈസ് കാണുവാൻ കാളിപ്പാറയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നെയർ ഡാമിൻ്റെ ഏരിയൽ വ്യൂവും കാണാം. ട്രിവാൻഡ്രത്ത് നിന്നും 30 കിലോമീറ്ററാണ് കാളിപ്പാറയ്ക്കുള്ള ദൂരം. തുടക്കം തന്നെ കുത്തനെയുള്ള കയറ്റമാണ്. 15 മിനിറ്റ് എടുക്കും മുകളിലെത്താൻ. നല്ല കാറ്റുണ്ട്. മലകളെല്ലാം മഞ്ഞുമൂടി കിടക്കുകയാണ്. ഇവിടെ വരെയുള്ള ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 1200 അടിയാണ്. രാവിലത്തെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മെഡിറ്റേറ്റ് ചെയ്യാൻ പെർഫെക്റ്റ് സ്ഥലമാണ് കാളിപ്പാറ. ഇവിടെ നിന്നാൽ മനോഹരമായ കാഴ്ചകൾ കണ്ട് സമയം പോകുന്നതേ അറിയില്ല. ഹായ്, വെൽക്കം ബാക്ക് ടു മാലു ട്രാവൽ റെക്കോർഡ്സ്. ഇതുവരെ ഈ എപ്പിസോഡ് കണ്ടതിന് നന്ദി. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന നെയർ ഡാമും നെയർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമാണ്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നെയർ ഡാമിലേക്ക് കാളിപ്പാറയിൽ നിന്ന് 2 കിലോമീറ്ററും ട്രിവാൻഡ്രത്ത് നിന്നും 29 കിലോമീറ്ററുമാണ് ദൂരം. കാറിന് 40ഉം ബൈക്കിന് 20 രൂപയുമാണ് പാർക്കിംഗ് ചാർജ്. ഒരാൾക്ക് 10 രൂപയാണ് എൻട്രി ഫീസ്. കയ്യിൽ ഷൂട്ടിംഗ് ക്യാമറ ഉണ്ടെങ്കിൽ 50 രൂപ അടയ്ക്കണം. ഗാർഡനിലേക്ക് കയറുമ്പോൾ തന്നെ ശില്പങ്ങൾ കാണാം. കഴിഞ്ഞ ഡിസംബറിലെ തുടർച്ചയായിട്ടുള്ള മഴ കാരണം നെയർ ഡാമിൻ്റെ ഷട്ടർ തുറന്നു. തിരുവനന്തപുരം ജില്ലയിലെ ജലവിതരണത്തിനും ഇറിഗേഷനും വേണ്ടിയാണ് നെയ്യാർ അണക്കെട്ട് 1958 നിർമ്മിച്ചത്. ഈ ഗ്രാവിറ്റി ഡാമിന് 295 മീറ്റർ നീളവും 4.5 മീറ്റർ വീതിയും 56 മീറ്റർ ഉയരവുമാണ് ഉള്ളത്. കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഒന്നാണ് നെയ്യാർ ഡാമും നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും. ഗാർഡനിലൂടെ ഡാമിൻ്റെ മുകളിൽ കയറാം. ഇവിടെ നിന്നും ഡാമിൻ്റെ മുൻവശത്തെ മനോഹരമായ ഏരിയൽ വ്യൂ കാണാം. ഡാമിൻ്റെ പിറകിൽ നെയർ റിസർവോയറും വെസ്റ്റേൺ ഗാർഡ്സ് പർവ്വതനിരകളും കാണാം. ഈ ബ്രിഡ്ജിൻ്റെ എക്സിറ്റിൽ ഒരു ഒബ്സർവേഷൻ ടവറുണ്ട്. ഇവിടെ നിന്ന് റിസർവോയറും വെസ്റ്റേൺ ഗാർഡ്സിലെ അഗസ്ത്യമല, കുരിശുമല, മറ്റു മലകളും കാണാം. ഇവിടുത്തെ മറ്റൊരു ആകർഷണം DTPCയുടെ ബോട്ടിംഗ് ആണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ബോട്ടിംഗ് നിരക്കുകൾ. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ലഞ്ച് ബ്രേക്കാണ്. ബോട്ടിങ്ങിൻ്റെ അടുത്ത് തന്നെ KTDCയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്.
നെയ്യാർ ഡാമിന്റെ മേളത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 350 മീറ്റർ മുമ്പോട്ട് നടന്നാൽ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ടിക്കറ്റ് കൗണ്ടറിലെത്താം. ഞാൻ 250 രൂപയുടെ അഗസ്ത്യാർ ബോട്ടിംഗ് പാക്കേജ് എടുത്തു. ഈ പാക്കേജിൽ നെയ്യാർ ഡാം ബോട്ടിംഗ്, ക്രോക്കോഡൈൽ റീഹാബിലിറ്റേഷൻ സെന്റർ, ഡിയർ റീഹാബിലിറ്റേഷൻ സെന്ററും പിന്നെ ആനകളെയും കാണാം. ആദ്യം വിസിറ്റ് ചെയ്യുന്നത് ക്രോക്കോഡൈൽ റീഹാബിലിറ്റേഷൻ സെന്റർ ആണ്. ഇവിടെ 10ഓളം മുതലകളുണ്ട്. ഇവിടെ ഒരു പെരുമ്പാമ്പിനെയും വളർത്തുന്നുണ്ട്. അടുത്തതായി നെയ്യാർ ഡാം ബോട്ടിംഗ് ആണ്. ആ കാണുന്നത് കുരിശുമലയാണ്. ഇത് നെയ്യാർ ഡാമിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണ്. ആ കാണുന്നതാണ് കാളിപ്പാറ. ഇവിടെ മേഘം കൊണ്ട് മൂടിക്കിടക്കുന്ന അഗസ്ത്യാർ മല കാണാം. ഇവിടെ ആദ്യം കാണുന്നത് 50 വയസ്സുള്ള ജയശ്രീ എന്ന പിടിയാനയെയാണ്. അത് കഴിഞ്ഞ് 9 വയസ്സുള്ള കണ്ണൻ എന്ന കുട്ടിയാനയെയും കാണാം. പരേതനായ ഓസ്ട്രേലിയൻ സൂവോളജിസ്റ്റ് സ്റ്റീവ് ഇർവിൻ മുതലയുമായി നിൽക്കുന്ന ഭിത്തിയിൽ എൻഗ്രേവ് ചെയ്ത ചിത്രം ഇവിടെ കാണാം. അടുത്തതായി മുളംകാട്ടിലൂടെ ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ കാണുവാൻ പോവുകയാണ്. മാനുകൾക്ക് ആഹാരം കൊടുക്കുന്ന സമയം വൈകുന്നേരം 4:30-ക്കാണ്. ഈ സമയത്തല്ല നിങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ ഒരു മാനിനെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ചു പോവുകയാണ്. ഡാമിന്റെ മുമ്പിലുള്ള ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ ചിൽഡ്രൻസ് പാർക്ക് കാണാം. അതിൻ്റെ അടുത്ത് തന്നെയാണ് അക്വേറിയം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം.